ഹലോ. അപ്പോൾ നമ്മുടെ വൈക്കംകാർക്ക് ഇന്ന് തൊട്ട് ഉത്സവത്തിൻ്റെ നാളുകളാണ്. വൈക്കത്തഷ്ടമി ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഇനി 12 ദിവസത്തേക്ക് നമുക്ക് അഷ്ടമി പൊടിപൂരാണ്. അപ്പോൾ അഷ്ടമിയുടെ വിശേഷങ്ങളും അഷ്ടമിക്ക് എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ പിള്ളേരൊക്കെ നല്ല കിടിലൻ ക്യാമറയിൽ വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും അഷ്ടമിയുടെ എല്ലാ വിശേഷങ്ങളും ഏകദേശം അറിയുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത്തവണ 12 ദിവസം അഷ്ടമിക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, വൈകുന്നേരം ഒരു രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞാനും കുഞ്ഞിനും കൂടെ ആണ് ഇന്ന് അമ്പലത്തിൽ പോയത്. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഉത്സവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ്. അതിപ്പോൾ ഉത്സവം ആയിക്കോട്ടെ, പള്ളിപ്പെരുന്നാളായിക്കോട്ടെ, അങ്ങനെ എന്ത് കാര്യമായിക്കോട്ടെ, മെയിനായിട്ട് വരുന്നത് എന്താ പറയുക, നമുക്ക് ഒരുപാട് പരിചയക്കാരെ കാണാൻ പറ്റും, ഒരുപാട് പല പല നാട്ടിലുള്ള ആളുകളെ കാണാൻ പറ്റും, ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒരുപാട് പരിചയക്കാരെ കാണുക, സംസാരിക്കുക എന്നൊക്കെ ഉള്ളത്. അഷ്ടമി സ്പെഷ്യലായിട്ടുള്ളതാണ് കേട്ടോ കടകളിലുള്ള ഈ സാധനമൊക്കെ. പോപ്കോണും മലരും അതുപോലെ തന്നെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് ബജ്ജി. പിന്നെ എന്താ, ഗജവീരന്മാരൊക്കെ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇതുങ്ങളോട് എന്താ പറയുക, കുറച്ച് പേടിയുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി സഹതാപം ഉള്ളതുകൊണ്ട് ഞാൻ അധികം അതുങ്ങളുടെ അടുത്തേക്ക് പോകാറില്ല. പിന്നെ ആനയോട് കമ്പുള്ള ഒരുപാട് പേര് അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ കമ്പ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വലുതായിട്ട് ആനയുടെ അടുത്തോട്ടൊന്നും പോയില്ല. ജസ്റ്റ് ഒന്ന് കുട്ടീനെ കാണിച്ചിട്ട് തിരിച്ചു പോന്നു. കുഞ്ഞനപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് പറഞ്ഞ് ക്ലാസ്സൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ കുറച്ച് സമയം തിരുവാതിരകളിയൊക്കെ കണ്ടിട്ട് ഒന്നും വേണമെന്നൊന്നും ആൾ പറഞ്ഞ് നിർബന്ധിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ ഒരു ലൈറ്റൊക്കെ തെളിയണ ബലൂണൊക്കെ വാങ്ങിക്കൊടുത്തു. അതൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതാണ് സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഇത്രയൊക്കെയുള്ള വീഡിയോ. ടാറ്റാ.